എന്നെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരാഴ്ചക്കുള്ളില് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓമനപുത്രിയെ ഞാൻ അകത്താക്കും. ഇത് സ്വപ്നയുടെ കയ്യിലിരിക്കുന്ന ബോംബല്ല, സാബു ജേക്കബിന്റെ കയ്യിലിരിക്കുന്ന ബോംബാണ്. എന്നെ എതിർക്കുന്ന സഹാക്കള്, എന്നെ എതിർക്കുന്ന MLA, ഈ ജില്ലാ നേതൃത്വത്തിനോടാണ് ഞാൻ പറയുന്നത്, എന്റെ കയ്യിലിരിക്കുന്ന ബോംബ് ആറ്റം ബോംബാണ്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാര് ഉമ്മൻചാണ്ടി, VD സതീശൻ, രമേശ് ചെന്നിത്തല, ഇവര് 3 പേരാണ് എന്റെ വീട്ടിൽ വന്നത്. രാത്രി 10 മണി മുതല് രാവിലെ 2 മണി വരെ ഇന്ന് ചർച്ച ചെയ്തു. എനിക്ക് 3 സീറ്റ്, അവസാനം 5 സീറ്റ് വരെ ചെയ്തു. ഇതുപോലെ തന്നെ LDFന്റെ എല്ലാ നേതാക്കന്മാരും, അതായത് ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി, CITUവിന്റെ സംസ്ഥാന സെക്രട്ടറി ചന്ദ്രൻപിള്ള, ഇതിനു മുമ്പിലത്തെ സെക്രട്ടറിമാര്, ഇപ്പോഴത്തെ വ്യവസായ മന്ത്രി രാജീവ്, ഇവരെല്ലാവരും കൂടി 5 തവണയാണ് രാത്രി തലയിൽ മൂടി എന്റെ വീട്ടിൽ വന്ന് പതങ്ങും വന്ന് എന്നോട് ചർച്ച ചെയ്തത്. ഇല്ല എന്നവർ പറയട്ടെ, വീഡിയോ ദൃശ്യങ്ങൾ ഞാൻ കാണിക്കാം. അപ്പോ പ്രിയപ്പെട്ട ഡിഫിക്കാരെ, SFIക്കാരെ, ഇവരൊക്കെ രാത്രി 19 വന്ന് എന്റെ സഹായം, എന്റെ ചെക്ക് മേടിച്ചു കൊണ്ടുപോകുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സ്ഥിരമായിട്ട് പോലീസ് സ്റ്റേഷനിലായിരുന്നു. പുത്തൻകുരിശ് പോലീസ് വിളിക്കും, കുന്നത്തനാട് പോലീസ് വിളിക്കും, എന്നെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നത്. നിങ്ങൾ എല്ലാവരും കൂടി തെരഞ്ഞെടുത്തയച്ച ഒരു MLA ചെയ്യുന്ന ദ്രോഹമാണ് എന്നോട്. എന്റെ പേരിൽ എത്ര ക്രിമിനൽ കേസുകൾ ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. പോലീസ് വന്ന് അന്വേഷണം നടത്തും, ചിലപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യാം. ഇനിയിപ്പോ ഞാൻ കോടതിയിൽ പോയിട്ട് സ്ഥിരമായിട്ട് എന്നെ അറസ്റ്റ് ചെയ്യരുത് എന്ന് ഒരു ഉത്തരവ് മേടിക്കേണ്ട അവസ്ഥയിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എന്നെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരാഴ്ചക്കുള്ളില് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓമനപുത്രിയെ ഞാൻ അകത്താക്കും. ഇത് സ്വപ്നയുടെ കയ്യിലിരിക്കുന്ന ബോംബല്ല, സാബു ജേക്കബിന്റെ കയ്യിലിരിക്കുന്ന ബോംബാണ്. എന്നെ എതിർക്കുന്ന സഹാക്കള്, എന്നെ എതിർക്കുന്ന MLA, ഈ ജില്ലാ നേതൃത്വത്തിനോടാണ് ഞാൻ പറയുന്നത്, എന്റെ കയ്യിലിരിക്കുന്ന ബോംബ് ആറ്റം ബോംബാണ്. ഞാന് ഈ ഭൂതൃക സമ്മേളനം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോ ഞാൻ കേൾക്കുന്നു, സാബു ജേക്കബിന്റെ ആസ്ഥാനത്തേക്ക് ഡിഫി കുഞ്ഞുങ്ങള് അവിടെ പിക്കറ്റ് ചെയ്യാൻ വരുന്നു എന്ന്. അപ്പോ 4 മണിയാണ് സമയം പറഞ്ഞിരുന്നത്. എന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് നിങ്ങളെല്ലാം വന്നിട്ടുണ്ടാവും, എനിക്ക് ഒരാസ്ഥാനമേ ഉള്ളൂ. 3:30 4 മണിയായി. കാരണം ഒരു 10 വർഷം മുമ്പായിരുന്നെങ്കിൽ എല്ലാ ദിവസവും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും SDPIക്കാരും എല്ലാം തുടർച്ചയായിട്ട് ഈ ആസ്ഥാനത്തേക്ക് വന്നുകൊണ്ടിരുന്നുകൊണ്ട് കാണാൻ പറ്റുന്നില്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഡിഫിക്കാര സന്തോഷ വാർത്തയുമായിട്ട് വരുന്നത്. അങ്ങനെ 4 മണിയായി, 5 മണിയായി, കാണുന്നില്ല. 5:30 മണിയായി, കാണുന്നില്ല. ഞാൻ അന്വേഷിച്ചു, പറയുന്നു ആസ്ഥാനത്തേക്കല്ല വരുന്നത്, എന്റെ വീട്ടിലേക്കാണ് വരുന്നത് എന്ന്. ഞാൻ അവിടെ നിന്ന് ഉടനെ കാറെടുത്ത് വീട്ടിലേക്ക് പാഞ്ഞു. കാരണം ഇനി ചിലപ്പോ കാണാൻ പറ്റിയില്ലെങ്കിലോ, കുറെ കാലമായി ഇത് കണ്ടിട്ട്. അപ്പോ അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോ എന്റെ മകളെ ഓടി വന്നിട്ട് പറഞ്ഞു, അപ്പയെ തോളിലേറ്റിക്കൊണ്ട് കുറെ ചേട്ടന്മാര് പോകുന്ന കണ്ടു എന്ന്. അതെന്താ? ഞാൻ ചോദിച്ചു, അല്ല, അപ്പയുടെ ഫോട്ടോ എടുത്ത് മുഖത്ത് വെച്ചിട്ട് 3-4 ചേട്ടന്മാര് കിഴക്കമ്പലത്ത് കൂടി നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയാ മോളെ, എന്നോട്
ചിലർക്ക് സ്നേഹം കൂടുമ്പോ അവരെന്നെ തോളിലേറ്റിരുമ്പേ നടക്കും. ഇനി കുറച്ച് കഴിയുമ്പോ അവരിങ്ങോട് വരും അപ്പയെ ചുമന്നുകൊണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അപ്പയെ അവിടെ ഇടും, ചവിട്ടും, കത്തിക്കും. നോക്ക് കാണണം. രണ്ടുപേർക്കും ഉത്സാഹമായി, കാരണം അവര് കണ്ടിട്ടില്ല. അപ്പോ അങ്ങനെ ഞാൻ വീട്ടിൽ കാത്തിരിക്കുക. 6 മണിയായി, 6:30 കാണുന്നില്ല. അപ്പൊ കേൾക്കുന്നു പുറപ്പെട്ടിട്ടുണ്ട്. കാണാനുള്ള ആകാംക്ഷമുണ്ട്. കുട്ടികളും ഞങ്ങളും ഭാര്യയും എല്ലാവരും കൂടി പുറത്തിറങ്ങിയിരിക്കുക. അപ്പൊ കേൾക്കുന്നു അവര് ഇടയ്ക്ക് വെച്ച് നിർത്തി. അവിടെ വെച്ച് തന്നെ കത്തിക്കാൻ തീരുമാനിച്ചു എന്ന്. കുട്ടികൾക്ക് നിരാശയായി. ഞാൻ പറഞ്ഞു സാരമില്ല, അടുത്ത സമ്മേളനം നടക്കുന്ന മിക്കവാറും അടുത്ത ആഴ്ച വരും. അപ്പോ അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടണ്ട എന്ന് പറഞ്ഞു. അപ്പോ അങ്ങനെ അവര് അന്നാലിമയത്തിന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞപ്പോ അവിടെ നിന്ന് അങ്ങോട്ടൊന്നും പോയില്ല. അവിടെ വെച്ച് കത്തിക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് വിളിച്ചു പറഞ്ഞു, സാബു ജേക്കബിനെ കത്തിക്കും, പച്ചയ്ക്ക് കത്തിക്കും എന്ന്. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. ഇവരൊക്കെ മടിയന്മാരായിപ്പോയി. ഒരു 5 മിനിറ്റ് കൂടി നടന്ന് എന്റെ വീട്ടിലെത്താം. ഇത്ര ചെറുപ്പത്തിലെ മടിയന്മാരായ ഇങ്ങനെ പഴയ ഡിഫിക്കാർക്കൊക്കെ ആ ഒരു ഊർജം ഉണ്ടായിരുന്നു. അവരവിടെ വന്നപ്പോ നിർത്തിക്കളഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഇനിയെങ്കിലും ഇവിടേക്ക് എന്ന് പറഞ്ഞു നിന്ന് കേൾക്കുന്ന ഡിഫിക്കാരായിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റുകാരായിക്കോട്ടെ, അന്തം കമ്മികളായിക്കോട്ടെ, നിങ്ങൾ ദയവ് ചെയ്ത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എന്റെ വീട്ടിലേക്ക് ഇതുപോലെയുള്ള പ്രകടനമായിട്ട് വരണം. അങ്ങനെ ചെയ്യണം. കാരണം ഇതൊരു ബഹുമതിയാണ്. ഇന്ന് ഇന്ത്യയില് ആരുടെയെങ്കിലും കോലം കത്തിക്കുന്നുണ്ടെങ്കിൽ 3 വ്യക്തികളെയാണ് ഉള്ളൂ. ഒന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലം കത്തിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. 2 മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിക്കുന്നത് കണ്ടിട്ടുണ്ട്. 3ാമത് ആ ബഹുമതി എനിക്കാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, നിങ്ങള് വീണ്ടും ആ ബഹുമതി എനിക്ക് തന്നെ നിലനിർത്തണം. ഇപ്പോ ഞാനിന്ന് വരുന്ന സമയത്ത് എന്റെ വീടിന്റെ പടിക്ക് പോലീസ് ബാരിക്കേഡ് വെച്ചിരിക്കുക. അത് ആഴ്ചകളായിട്ടുണ്ട്. അതും ഞാനൊരു ബഹുമതിയായിട്ടാണ് കാണുന്നത്. കാരണം ഇന്ന് പോലീസ് ബാരിക്കേഡ് കാണുന്നത് നമ്മൾ ഡൽഹിയിൽ പാർലമെന്റിന് മുമ്പിൽ ബാരിക്കേഡ് കാണും. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ കാണും. 3ാമത് പോലീസ് ബാരിക്കേഡ് കാണണമെങ്കിൽ കിഴക്കമ്പലത്ത് സാബു ജേക്കബിന്റെ വീട്ടിൽ മാത്രമേ സ്ഥിരമായിട്ട് ബാരിക്കേഡ് ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. പൂത്രക്ക 1 മണിക്കൂർ ഞാൻ പ്രസംഗിച്ചപ്പോഴേക്കും എറണാകുളം ജില്ലയിലെ അന്തം കമ്മികളെല്ലാം ഇങ്ങനെ വിറച്ചു എന്നുള്ളതാണ്. ഇരിക്കപ്പുറതിയില്ല. അവരെ കാണാനായിട്ട് അങ്ങോട്ട് പോകണ്ട. എല്ലാവരും ഇളകി. ജില്ലാ കമ്മിറ്റി എല്ലാ നേതാക്കളും കോലഞ്ചേരിയില് എനിക്കെതിരായിട്ട് പ്രതിഷേധം നടത്തുന്നു. അതുപോരാതെ വന്നു കഴിഞ്ഞപ്പോ ഡിഫിക്കാരുടെ പ്രകടനം എന്റെ ആസ്ഥാനത്തേക്ക് വരുന്നു. ഇത് 2 ചീറ്റിപ്പോയി എന്ന് കണ്ടു കഴിഞ്ഞപ്പോ 3ാമത് വരുന്നു. ആലപ്പുഴ ജില്ല, എറണാകുളം ജില്ല, തൃശ്ശൂർ ജില്ല, ഇവിടെ എല്ലാവരും കൂടി 600 പേരെ എന്റെ വീട്ടിന്റെ വടിക്ക് കൊണ്ടുവന്നവര്. ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് ജില്ലാ സെക്രട്ടറിയെ കാണണമെങ്കിൽ എറണാകുളത്ത് പോകണം. അന്തം കമ്മികളുടെ ഏതെങ്കിലും നേതാക്കന്മാരെ കാണണമെങ്കിൽ എറണാകുളത്ത് പോകണം. അവരുടെ വീട്ടിൽ പോയി കാണണം. എനിക്ക് കാണണമെങ്കിൽ ഞാൻ ഈ മൈക്കിൽ കൂടി 2 വാക്കങ്ങൾ പറഞ്ഞാൽ മതി. അവരെല്ലാം എന്റെ വടിക്ക് വരും. അപ്പോ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ ഈ വേദിയിൽ നിൽക്കുമ്പോ, ഈ വേദി എന്ന് പറയുന്നത് പല നിയമ പോരാട്ടങ്ങളുടെയും പല യുദ്ധങ്ങളുടെയും വേദിയാണത്.
ഇവിടെയാണ് 2020 എന്ന് പറയുന്ന പ്രസ്ഥാനം ഉദിച്ചത്. 2014 ഓഗസ്റ്റ് മാസം 23-ാം തീയതി കിഴക്കമ്പലത്തിന്റെ അല്ല, കേരളത്തിന്റെ കരിദിനമായിരുന്നു. പാവപ്പെട്ടവരുടെ ബുദ്ധിമുട്ട് കണ്ടുകൊണ്ട് അവരുടെ കുടുംബങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോ ഇവിടെ ഒരു വലിയ ഷെഡ് കെട്ടി. TV മുതൽ ഫ്രിഡ്ജ് മുതൽ വാഷിംഗ് മെഷീൻ, കിടക്ക, കട്ടില് തുടങ്ങി എല്ലാ സാധനങ്ങളും ഓരോ കുടുംബത്തിലും വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. 2020 പ്രസ്ഥാനം ആഗ്രഹിച്ചു. അതിനുവേണ്ടി വലിയൊരു ഷെഡ് കെട്ടി എല്ലാ കുടുംബത്തിലും, ഓരോ കുടുംബത്തിലേക്കും ഒരു TV, ഒരു ഫ്രിഡ്ജ്, അങ്ങനെ എല്ലാം ഓരോന്നും 50% വിലക്കുറവിൽ കൊടുക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. പക്ഷേ അതിന്റെ ഉദ്ഘാടനം നടക്കുന്ന 23-ാം തീയതി ഉദ്ഘാടനം 4 മണിക്ക് നടന്നു. ഇവിടുത്തെ രാഷ്ട്രീയക്കാർ 1 മണിക്കൂറിനുള്ളില് കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും SDPക്കാരും എല്ലാവരും കൂടി പോലീസ് സന്നാഹത്തോടെ വന്ന് അത് സീൽ ചെയ്തു. ഇതുപോലെ 4500ഓളം അമ്മമാരും കുട്ടികളും പ്രായമായിട്ടുള്ളവരും ഈ ഒരു സ്റ്റാളിനകത്ത് കണ്ണീരോടെ അവരോട് കൈകൂപ്പി യാചിച്ചു. ഇത് ഞങ്ങളുടെ ജീവിത പ്രശ്നമാണ്, നിങ്ങൾക്ക് എന്താണ് ഒരു ദ്രോഹം? ആ ദ്രോഹികൾ സമ്മതിച്ചില്ല. ഒരു നിർദാക്ഷിണ്യവുമില്ലാതെ അത് അടച്ച് സീൽ ചെയ്തു. എനിക്ക് രാഷ്ട്രീയത്തിന്റെ ആവശ്യമില്ല. അതിനു മുമ്പ് നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഞാൻ ആരാണ് എന്ന്. കിഴക്കമ്പലത്തുകാർക്ക് എന്നെ അറിയാം. പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന മറ്റു പഞ്ചായത്തുകള്, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വന്നിരിക്കുന്ന ആളുകൾ അറിയണം, എന്റെ അച്ഛനാരാണ്, എന്റെ അമ്മയാരാണ്, അവരുടെ അച്ഛനാരാണ്, അവരുടെ അമ്മയാരാണ്. അതിനുശേഷം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ്. നിങ്ങൾ കണ്ടു കാണും, ഇതാണ് എന്റെ അച്ഛൻ, ഇതാണ് എന്റെ അമ്മ. 4 കുട്ടികളിൽ 3-ാമത്തെയാണ് ഞാന്. 2-ാമത്തെ ആള് എന്റെ സഹോദരൻ ബോബി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ ഒരു പിതാവിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇവിടെ വ്യവസായങ്ങൾ വളരുമ്പോ, നമ്മുടെ വ്യവസായങ്ങൾ വളരുമ്പോ ഈ നാടും വളരണം. ഇദ്ദേഹത്തിന്റെ പിതാവുണ്ട്, സാധാരണക്കാരനായുള്ള ഒരു കൃഷിക്കാരൻ. അവര് ചെയ്ത പുണ്യകർമ്മങ്ങള് ആലോചിച്ചാൽ ഞാൻ ഇന്ന് ചെയ്യുന്നതെല്ലാം ഒന്നുമല്ല. പട്ടിണി കിടന്ന് ഭക്ഷണം കഴിക്കാതെ വരുന്നവർക്ക് ദാനം കൊടുത്തവരാണ് അവര്. അന്ന് സോഷ്യൽ മീഡിയ ഇല്ല, ആരും അതിന് പബ്ലിസിറ്റി കൊടുക്കുന്നില്ല. അങ്ങനെ 3 തലമുറകളായിട്ട് തുടങ്ങി വെച്ച ദൗത്യമാണത്. അതായത് നമ്മളെ 3 നേരം ഭക്ഷണം കഴിക്കുമ്പോ നമ്മുടെ ചുറ്റുപാടുള്ളവരും 3 നേരം ഭക്ഷണം കഴിക്കുന്നെന്ന് ഉറപ്പുവരുത്തണം എന്ന് പ്രവേശിച്ച ഈ അച്ഛന്റെ മകനാണ് നമ്മുടെ മുമ്പിൽ എത്തുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ചക്കാലം മുമ്പ് ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ അന്തം കമ്മികളും കൊങ്ങികളും എല്ലാം കൂടി എന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാക്കി. കാരണം എന്താ? ഞാന് എന്റെ സ്ഥാപനത്തിൽ നിന്ന് 30 ലക്ഷം രൂപ CPM പാർട്ടിക്ക് സംഭാവന കൊടുത്തു എന്നുള്ളത്. അപ്പൊ എല്ലാവരും വിചാരിച്ചു, ഒരാൾ എനിക്കൊരു മെസ്സേജ് അയക്കുകയാണ്, ഡോണ്ട് ഫൂൾ ദി പീപ്പിൾ, നിങ്ങള് ജനങ്ങളെ വഞ്ചിക്കരുത്, അവരെ വിഡ്ഢികളാക്കരുത് എന്ന്. ഇപ്പൊ 2 ദിവസമായി, ഇന്നലെ മുതല് നിങ്ങൾ വേറൊരു വാർത്ത കണ്ടു. ഇവിടുത്തെ മാധ്യമങ്ങള്, ചില ചാനലുകള് എന്നെ സംഖ്യയാക്കി, നീ നാളെ കൊങ്ങിയാക്കും,
അപ്പോ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. രാഷ്ട്രീയത്തിലേക്ക് എന്റെ അച്ഛനെയും അമ്മയെയും കൊണ്ടുവരേണ്ട കാര്യമില്ല. കുടുംബകാര്യങ്ങളല്ല ഇവിടെ സംസാരിക്കേണ്ടത്. പക്ഷെ നിങ്ങൾ അറിയണം, ആ പിതാവിനെയും ആ മാതാവിനെയും അറിയണം. ആരാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്? എനിക്ക് BJPയുടെ സീറ്റ് കിട്ടുന്നതിനോ CPMന്റെ സീറ്റ് കിട്ടുന്നതിനോ കോൺഗ്രസിന്റെ സീറ്റ് കിട്ടുന്നതിനോ യാതൊരു ബുദ്ധിമുട്ടുമില്ല. 2021 തിരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാര് ഉമ്മൻചാണ്ടി, VD സതീശൻ, രമേശ് ചെന്നിത്തല, ഇവര് 3 പേരാണ് എന്റെ വീട്ടിൽ വന്നത്. രാത്രി 10 മണി മുതല് രാവിലെ 2 മണി വരെ ഇന്ന് ചർച്ച ചെയ്തു. എനിക്ക് 3 സീറ്റ്, അവസാനം 5 സീറ്റ് വരെ ഓഫർ ചെയ്തു. എനിക്ക് മന്ത്രിയാവണം, MLA ആവണമെങ്കിൽ അന്ന് എന്റെ തലയാട്ടി കഴിഞ്ഞാൽ എനിക്ക് MLA ആവാം, മന്ത്രിയാവാം. ഇതുപോലെ തന്നെ LDFന്റെ എല്ലാ നേതാക്കന്മാരും, അതായത് ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി, CITUവിന്റെ സംസ്ഥാന സെക്രട്ടറി ചന്ദ്രൻപിള്ള, ഇതിനു മുമ്പിലത്തെ സെക്രട്ടറിമാര്, ഇപ്പോഴത്തെ വ്യവസായ മന്ത്രി രാജീവ്, ഇവരെല്ലാവരും കൂടി 5 തവണയാണ് രാത്രി തലയിൽ മൂടി എന്റെ വീട്ടിൽ വന്ന് പതങ്ങും വന്ന് എന്നോട് ചർച്ച ചെയ്തത്. ഇല്ല എന്നവർ പറയട്ടെ, വീഡിയോ ദൃശ്യങ്ങൾ ഞാൻ കാണിക്കാം. അപ്പോ പ്രിയപ്പെട്ട ഡിഫിക്കാരെ, SFIക്കാരെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇവരൊക്കെ രാത്രി 19 വന്ന് എന്റെ സഹായം, എന്റെ ചെക്ക് മേടിച്ചു കൊണ്ടുപോകുന്നവരാണ്. നിങ്ങളെയൊക്കെ വിട്ടികളാക്കി എന്റെ വീട്ടിലേക്ക് വിട്ട് കത്തിക്കും, ഞങ്ങൾ കത്തിക്കും, പച്ചയ്ക്ക് കത്തിക്കും എന്ന് പറയുമ്പോ ഓർക്കണം, ഈ നേതാക്കന്മാരുടെ ആരുടെയെങ്കിലും കുട്ടികൾ എന്റെ കൂടെ ഉണ്ടായിരുന്നോ എന്ന്. ഇവരുടെ കുട്ടികളെല്ലാം കാനഡയിലും US-ലും ഓസ്ട്രേലിയയിലും ഒക്കെയാണ് ജീവിക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ, ജില്ലാ സെക്രട്ടറിയുടെ മകള് UK-യില് എന്നിട്ടൊരു കുപ്പായവും ഇട്ട്, അതിൽ ചേരില്ലാത്ത കുപ്പായവും ഇട്ട് ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നത്. അപ്പോ ഡിഫിക്കാരെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഈ അച്ഛനമ്മമാരെ വേദനിപ്പിച്ചുകൊണ്ട് നിങ്ങള് ഇവരുടെയൊക്കെ പുറകെ ഇറങ്ങിത്തിരിക്കുമ്പോ ഓർക്കണം, ഇവർക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്ന്. അപ്പോ ഒരു കാര്യം എനിക്ക് പറയാനായിട്ടുണ്ട്. എനിക്ക് MP ആകണം, MLA ആകണം, മന്ത്രിയാകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ പണ്ട് ഞാന് രാജ്യസഭാ സീറ്റ് എനിക്ക് പലരും ഓഫർ ചെയ്തിട്ടുണ്ട്. BJP ഓഫർ ചെയ്തിട്ടുണ്ട്, AAP ആം ആദ്മി പാർട്ടി ഓഫർ ചെയ്തിട്ടുണ്ട്, കോൺഗ്രസുകാർ ഓഫർ ചെയ്തിട്ടുണ്ട്. എനിക്ക് പണ്ട് രാജ്യസഭാ സീറ്റ് മേടിച്ച് MP ആയി, മന്ത്രിയായി ഇവിടെ വരാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, അധികാരത്തിന് വേണ്ടിയിട്ട്, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട്, പണത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ പാവപ്പെട്ടവരുടെ, ഇവിടുത്തെ ജനങ്ങളുടെ കണ്ണുനീര് കണ്ടിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അല്ലാതെ സ്ഥാനങ്ങളോ MP സീറ്റോ MLA-യോ മന്ത്രിയോ ആകണമെന്നുണ്ടായിരുന്നെങ്കിൽ പണ്ട് നിങ്ങളെല്ലാം വഞ്ചിച്ചുകൊണ്ട്, നിങ്ങളെല്ലാം വിട്ടുകൊണ്ട്, ഈ നാടിനെ വഞ്ചിച്ചുകൊണ്ട് എനിക്കതാകാമായിരുന്നു. അപ്പോ ഒരു BJP-ക്കാരൻ വന്ന് ഒരു സീറ്റ് പറഞ്ഞാൽ അത് കണ്ട് ചാടുന്നവനല്ല സാബു ജേക്കബ്. ഇന്നലെ രാവിലെ ഒരു ചാനലിൽ കാണുകയാണ്, സാബു ജേക്കബ് BJP സ്ഥാനാർത്ഥി എറണാകുളത്ത് നിന്ന് മത്സരിക്കുന്നു. എന്നെ ചിലർ വിളിച്ചു. ഇങ്ങനെയാണോ? ഞാൻ അറിയില്ല, ചോദിച്ചിട്ട് പറയാം. കുറച്ചു കഴിഞ്ഞപ്പോ കാണുന്നു, സുരേന്ദ്രൻ, BJPയുടെ പ്രസിഡന്റ് സുരേന്ദ്രൻ സാബു ജേക്കബുമായിട്ട് ചർച്ച ചെയ്തു, ലിസ്റ്റുമായിട്ട് ഡൽഹിക്ക് പോയിരിക്കുകയാണ്. ഈ സുരേന്ദ്രനെ ഞാൻ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഈ സുരേന്ദ്രൻ
ആയിട്ട് ഞാൻ ഇതുവരെ ഫോണിൽ പോലും സംസാരിച്ചിട്ടില്ല. പക്ഷെ ചാനലുകാര് BJPയുടെ എറണാകുളം സ്ഥാനാർത്ഥിയായി എന്നെ മാറ്റി. കാരണമുണ്ട്, അവർക്കറിയാം ഇന്നിവിടെ നടക്കാൻ പോകുന്ന മഹാസമ്മേളനത്തില് 10,000-കണക്കിന് ആളുകളാണ് എന്നെ വിശ്വസിച്ച്, ഈ പാർട്ടിയെ വിശ്വസിച്ച് ഈ ഗ്രൗണ്ടിലേക്ക് ഒഴുകിയെത്തുന്നത്. അപ്പോ അത് തടയണമെങ്കിൽ എന്നെ സംഖ്യയാക്കണം. കഴിഞ്ഞ ആഴ്ച അവർ വിചാരിച്ചു എന്നെ കമ്മിയാക്കി, ഈ ആഴ്ച എന്താണ് സംഖ്യയാക്കി. അന്നത്തെ ആരെങ്കിലും തടയാൻ പറ്റുമോ? കാരണം ഇവിടെ ഇരിക്കുന്ന ജനങ്ങൾക്ക് എന്നെ അറിയാം. 12 വർഷമായിട്ട് ഇവരോടൊപ്പം ഒരു സഹോദരനെ പോലെ, ഒരു അച്ഛനെ പോലെ ഞാൻ അവരുടെ കൂടെ ഉണ്ട്. അപ്പോ എന്നെ അവർക്കറിയാം. അവരെ ഒറ്റുകൊടുക്കില്ല, ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കില്ല, ഈ നാടിനെ ഒറ്റുകൊടുക്കില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഈ ജനങ്ങൾ ഒഴുകിയെത്തി ഈ ഗ്രൗണ്ടിലേക്ക് കയറാൻ പറ്റാതെ എത്രയോ ജനങ്ങൾ റോഡ് നിൽക്കുന്നു. ഇത് കുടുംബശ്രീക്കാരല്ല, തൊഴിലുറപ്പുകാരല്ല, ഇത് ജനങ്ങള്, ഈ നാട്ടിൽ ജീവിക്കുന്ന പാവപ്പെട്ടവര്, അധ്വാനിക്കുന്നവര്, ഓട്ടോറിക്ഷക്കാര്, കൂലിപ്പണിക്കാര്, ഈ നാടിന്റെ കഷ്ടപ്പെടുന്ന ആളുകള് ആണ് ഈ കൂടിയിരിക്കുന്നത്. എനിക്കറിയാം, ഒരു ദിവസം പണിക്ക് പോയില്ലെങ്കിൽ കുടുംബം പട്ടിണിയാവണം എത്രയോ ആളുകൾ ഇതിനകത്തുണ്ട്. ആ സങ്കടത്തിലും ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും ഞാൻ വിളിച്ച ഈ 2020 പ്രസ്ഥാനം വിളിച്ച മീറ്റിംഗിലേക്ക് വന്ന നിങ്ങളോട് എന്നും ഞാൻ കടപ്പെട്ടവനായിരിക്കുന്നു. ആ നന്ദി ഈ കുടുംബത്തിനുണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാം, കഴിഞ്ഞ പത്രികാ സമ്മേളനത്തില് ഞാൻ ചില പ്രഖ്യാപനങ്ങൾ നടത്തി. ആ പ്രഖ്യാപനങ്ങള് സാധാരണ രാഷ്ട്രീയക്കാരെ നടത്തുന്ന പ്രഖ്യാപനങ്ങളല്ല. രാഷ്ട്രീയക്കാര് ഓരോ ഇലക്ഷൻ വരുമ്പോഴും ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തും. ഒരു പ്രഖ്യാപനവും അവർ നടപ്പിലാക്കാറില്ല. ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട്, അവരുടെ അറിവില്ലായ്മ, അവരുടെ വിദ്യാഭ്യാസമില്ലായ്മ ചൂഷണം ചെയ്തുകൊണ്ട് ഈ നാടിനെ കൊള്ളയടിക്കുന്ന ജനങ്ങളെ, അവരുടെ രക്തമുട്ടി കുടിക്കുന്ന രാഷ്ട്രീയക്കാർക്ക് ഒരു കടപ്പാട് പോലും ഈ നാടിനോടോ ജനങ്ങളോടോ ഇല്ല.